1969 ബാംഗ്ലൂരിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ പ്രാഥമിക ബഹിരാകാശ ഏജൻസിയായ ഇസ്രോ. ഇന്ത്യയുടെ വിവിധ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മതിയായ പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ പ്രതിനിധീകരിക്കുന്ന ഇസ്രോ ലോകത്തിലെ മുൻനിര ഓർഗനൈസേഷനുകളിൽ ഒന്നാണ്. വിക്രം സാരാഭായ് ചെയർമാനായ ഇസ്രോ ബഹിരാകാശ ശാസ്ത്രം, ഗ്രഹപര്യവേക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, കാർഷിക ഗവേഷണങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നീ മേഖലകളിൽ ശരിയായ ഗവേഷണം നടത്തുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ദൗത്യം. 1975 സോവിയറ്റ് ബഹിരാകാശ ഏജൻസിയായ ഇന്റർകോസ്മോസുമായി സഹകരിച്ച് നേടിയ ഇന്ത്യയുടെ കന്നി ഉപഗ്രഹമായ ആര്യഭട്ടയുടെ വികസനവും വിക്ഷേപണവും പോലുള്ള സുപ്രധാന നേട്ടങ്ങൾക്ക് ഇസ്രോ പ്രശസ്തമാണ്. ആശയവിനിമയം, ഭൗമ നിരീക്ഷണം, നാവിഗേഷൻ, കാലാവസ്ഥാ ശാസ്ത്രം എന്നിവയും അതിലേറെയും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹങ്ങളുടെ ഒരു പരമ്പര വിക്ഷേപിച്ചുകൊണ്ട് ISRO അതിന്റെ ചരിത്രത്തിലുടനീളം നവീകരണത്തിന്റെ അതിരുകൾ തുടർച്ചയായി മുന്നോട്ട് നീക്കി ഇന്ത്യയുടെ യശസ് അന്താരാഷ്ട്രതലത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഇസ്രോയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ്. ഇത് ലോകത്തിലെ പൈനിയർ ഓർഗനൈസേഷനുകളിലൊന്നാണ്. കൂടാതെ അതിന്റെ വിവിധ ദൗത്യങ്ങൾക്ക് മതിയായ പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പേരിലുള്ള നൂതന കണ്ടുപിടുത്തങ്ങളുടെ ആശയം ഇസ്രോയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. അത്തരം സമയങ്ങളിൽ ഇസ്രോ ആധുനിക ഇന്ത്യയുടെ യശസ്സുയർത്തുന്നതാണ്. ഭാരതത്തിന്റെ ആദരണീയമായ ഓർഗനൈസേഷനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ഞാൻ ഷാഹുൽ ഹമീദ്. ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറ പ്രവർത്തകരോടൊപ്പം ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെയും മനുഷ്യരാശിയുടെയും മൊത്തത്തിലുള്ള പ്രയോജനത്തിനായി ബഹിരാകാശ സാങ്കേതികവിദ്യയും അതിന്റെ പ്രയോഗങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. വിവിധ ശാസ്ത്ര സാങ്കേതിക സാമൂഹിക പ്രയോഗങ്ങൾ സുഗമമാക്കുന്നതിന് ബഹിരാകാശ ദൗത്യങ്ങളും ഉപഗ്രഹങ്ങളും അനുബന്ധ സാങ്കേതികവിദ്യകളും വികസിപ്പിക്കാനും വിക്ഷേപിക്കാനും ISRO ശ്രമിക്കുന്നു. ചന്ദ്രയാൻ 3 ISRO വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 2ന്റെ ദൗത്യത്തിന്റെ തുടർച്ചയെ പ്രതിനിധീകരിക്കുന്നു. സുരക്ഷിതമായ ചാന്ദ്ര ലാൻഡിംഗിനും ഉപരിതല പര്യവേക്ഷണത്തിനുമുള്ള സമ്പൂർണ്ണ കഴിവ് പ്രദർശിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ലാൻഡറും റോവറും ഉൾക്കൊള്ളുന്ന ഈ ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ SDS ഇഷറിൽ നിന്നുള്ള LVM-3 ലോഞ്ചർ ഉപയോഗിച്ചാണ് ആരംഭിച്ചത്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ സ്പെക്ട്രോപോളറിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ഷേപ്പ് ഉപകരണം സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയുടെ സ്പെക്ട്രൽ പോളാരിമെട്രിക് സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അതായത് GSLV ചന്ദ്ര ലാൻഡർ വിക്രത്തിന്റെ വിക്ഷേപണ വാഹനമായി പ്രവർത്തിക്കുന്നു. ഈ ലോഞ്ചറിന് ഏകദേശം 5 മീറ്റർ ഉയരമുണ്ട്. ISROയുടെ യാത്ര വളരെ പ്രചോദനാത്മകമാണ്. അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ISROയുടെ കഥ പൂജ്യത്തിൽ നിന്നു സമ്പന്നതയിലേക്ക് ഉയരുന്നതിന്റെ കഥയാണ്. ISROയുടെ സ്ഥാപനത്തിന്റെ മാന്യമായ ക്രെഡിറ്റ് മിസ്റ്റർ ഹോമി ജഹാംഗീർ ഭാഭയ്ക്കും ഡോക്ടർ വിക്രം സാരാഭായ്ക്കുമാണ്. 1962 ഡോക്ടർ വിക്രം സാരാഭായ് ഒരു ബഹിരാകാശ സമിതി രൂപീകരിച്ചു. താമസിയാതെ നവംബർ 21, 1963 ഇന്ത്യ ആദ്യമായി കേരളത്തിലെ തുമ്പയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ചു. റോക്കറ്റിന്റെ ഭാഗങ്ങൾ കാളവണ്ടികളിലും സൈക്കിളുകളിലുമാണ് കൊണ്ടുവന്നത്. പക്ഷേ രാജ്യത്തിന്റെ റോക്കറ്റ് സാങ്കേതിക വിദ്യ എന്ന സ്പിരിറ്റ് ഉയർന്നതിനാൽ അക്കാലത്തെ നിശ്ചയദാർഢ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തടസ്സങ്ങൾ ഒന്നുമല്ല. ഒടുവിൽ 1969 ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളുടെ മനസ്സിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം രൂപീകരിച്ചു. 1975 ഇന്ത്യ ഇസ്രോയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ യാത്രയ്ക്ക് വേഗത കൈവന്നു.
മറ്റെല്ലാ യാത്രകളെയും പോലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്ഥിരമായി നിലനിന്നത് വിജയത്തിന്റെ ആത്മാവായിരുന്നു. ഇന്ന് ഇസ്രോ ഇന്ത്യയിലെ ഒരു പ്രധാന ബഹിരാകാശ സ്ഥാപനമാണ്. ലോകം മുഴുവൻ അത് അംഗീകരിക്കുന്നു. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം. സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി, നമസ്കാരം.